ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടാലി സോഫ്റ്റ്വെയർ എങ്ങനെ നമുക്ക് ഈ വീട്ടിലിരുന്ന് പഠിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ടാലി സോഫ്റ്റ്വെയർ നമുക്കറിയാം, അക്കൗണ്ട്സ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമ്പനികളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ടാലി സോഫ്റ്റ്വെയർ ആണ്. ടാലിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ടാലി 9ലാണ്. അപ്പോൾ ടാലി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പിൽ ടാലിൻ്റെ ഒരു ഷോർട്ട് കീ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ആ ഷോർട്ട് കീയിൽ എൻ്റർ അടിച്ച് ഡബിൾ ക്ലിക്ക് അടിച്ച് കയറാം. ഇപ്പോൾ ടാലിൻ്റെ ഒരു വിൻഡോ നമ്മുടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ, ടാലിയുടെ ഒരു വിൻഡോ. അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് കമ്പനി, ബാക്കപ്പ്, റീസ്റ്റോർ ഒക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ക്രിയേറ്റ് കമ്പനി കൊടുക്കുക. എൻ്റർ അടിച്ച് ക്രിയേറ്റ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നെയിം, നമ്മൾ ഏത് കമ്പനിയാണോ വർക്ക് ചെയ്യുന്നത് ആ കമ്പനീൻ്റെ നെയിമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മെയിലിംഗ് നെയിം, അപ്പോൾ നമ്മുടെ കമ്പനിക്ക് മെയിലിംഗ് നെയിം അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൽ നെയിം അവിടെ ഈ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് അടുത്ത കോളത്തിൽ അഡ്രസ്സ്, നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, ഫൈനൈറ്റ്, കോടതിപ്പടി, മണ്ണാർക്കാട് കൊടുത്തു. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറിയിൽ വന്നിട്ട് നമ്മുടെ കൺട്രി ഏതാണോ, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, അബ്രോഡ് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അബ്രോഡ് ഏത് കൺട്രിയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടെലിഫോൺ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കറൻസി സിമ്പിൾ റുപ്പീസിലാണെങ്കിൽ റുപ്പീസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓൺലി ആണോ, അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണോ. നമ്മളത് തിരിച്ചറിയുക. ഇൻവെൻട്രി ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കാണ്. ഒരു ട്രേഡിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ, പർച്ചേസും സെയിലും നടക്കുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ, സാധനങ്ങൾ വാങ്ങിയിട്ട് അവർ വിൽക്കുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയാണ്. അല്ല, ഒരു സാധനങ്ങൾ വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല, സാധാരണ ഒരു ഓഫീസ് പോലെ നടത്തുന്ന ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ അവർ അക്കൗണ്ട്സ് ഓൺലി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ സ്കൂളിനെ സംബന്ധിച്ച് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ സ്കൂള്, ഹോട്ടല് അല്ലേ, സംബന്ധിച്ച് അത്തരം ഫേമുകളാണെങ്കിൽ അവർ അക്കൗണ്ട്സ് ഓൺലി കൊടുത്താൽ മതി. അവർക്ക് ഇൻവെൻട്രി ആവശ്യമില്ല, അവർ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ട്രേഡിംഗ് ഫേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി കൊടുത്താൽ മതി. നമ്മളിവിടെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി കൊടുക്കുന്നു. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ കൊടുക്കുന്നു. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം, April 1 സ്റ്റാർട്ട് ചെയ്ത് 31 March ക്ലോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഏതാണോ ഫിനാൻഷ്യൽ ഇയർ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ബുക്സ് ബിഗിനിങ് ഫ്രം ഒരു കോളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന, അക്കൗണ്ട്സ് ആരംഭിക്കുന്ന ആ സമയത്തെ ആ ഡേറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ സെയിം ഡേറ്റിന് കൊടുക്കുന്നു. ടാലി വാല്യൂട്ട് പാസ്വേഡിൻ്റെ ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ്. ഇത് കമ്പനിക്ക് ഒരു പാസ്വേഡ്, നമുക്കൊരു പാസ്വേഡ് ലോക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാലി വാല്യൂട്ട് പാസ്വേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടി കൂടുതലായിട്ട് ബെറ്റർ യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ആയിരിക്കും. യൂസ് സെക്യൂരിറ്റി കൺട്രോൾ എസ് ആക്കി കൊടുക്കുക. അതിനുശേഷം 2 കോളം വന്നു. നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്റർ, അവിടെ ഒരു യൂസർ നെയിം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫൈനൈറ്റ് കൊടുത്തു. ഇവിടെ നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് കൂടി റിപ്പീറ്റ് ചെയ്യുക. നോക്കുക, നമ്മൾ ഈ പാസ്വേഡ് യൂസർ നെയിം ഓർത്ത് വെക്കണം. പിന്നീട് ഈ കമ്പനിയിൽ നമ്മൾ കയറുന്ന സമയത്ത് ഈ യൂസർ നെയിം പാസ്വേഡും കൊടുത്താൽ മാത്രമേ ഈ കമ്പനി ഓപ്പൺ ആവുകയുള്ളൂ. പിന്നീട് ഫുള്ളായിട്ട് എൻ്റർ അടിച്ച് വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ കൊടുത്ത ആ പാസ്വേഡും യൂസർ നെയിമും ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ആവുന്നുണ്ട്.
ഇപ്പോൾ കമ്പനിയുടെ ഇപ്പോൾ ടാലിയുടെ ഹോം പേജ് വന്നിട്ടുണ്ട്. ഇൻവെൻട്രി, ഇൻഫോ മാസ്റ്റേഴ്സിലെ ട്രാൻസാക്ഷൻസ്, ഫൈനൽ അക്കൗണ്ടിൻ്റെ, ബാലൻസ് ഷീറ്റിൻ്റെ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ, സ്റ്റോക്ക് സമ്മറി ഡീറ്റെയിൽസിൻ്റെ ഒക്കെ ഒരു ഹെഡ്ലൈൻസ് വന്നിട്ടുണ്ട് അല്ലേ. നോക്കുക, നമ്മുടെ കറൻറ്റ് പീരിയഡ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1/4/2016 കൊടുത്തു. ഇനി നമ്മുടെ ക്ലോസിങ് വരുന്നത് 31/3/2017. ഇവിടെ നമ്മൾ ഏപ്രിൽ 1-ാം തീയതി, അത് ഏത് ദിവസമാണ്, ഫ്രൈഡേ വന്നിട്ടുണ്ട്. 1-ാം തീയതി 2016 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യം ഓരോ കമ്പനിയിലും നമ്മൾ അവിടെ ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷൻ, ഡെയിലി നടക്കുന്ന ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, ഇൻവെൻട്രി വൗച്ചേഴ്സ് ഏതായാലും നമുക്കിപ്പോൾ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുക, ഇപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കാണുന്നത് ഇത് സിംഗിൾ എൻട്രി മോഡ് സിസ്റ്റമാണ്. ഈ സിംഗിൾ എൻട്രി മോഡ് സിസ്റ്റം നമുക്ക് ആവശ്യമില്ല. നമുക്ക് ചിലർക്കത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് ഡെബിറ്റും ക്രെഡിറ്റും, നമ്മൾ അക്കൗണ്ട്സിൻ്റെ റൂൾ അനുസരിച്ച് ഡെബിറ്റും ക്രെഡിറ്റും അനുസരിച്ചാണ് നമ്മൾ ജേർണലൈസ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകാൻ ആ ഫീച്ചർ ഓൺ ചെയ്യാൻ F12 അടിക്കുക. F12 കീബോർഡിൽ F12. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ് സിംഗിൾ എൻട്രി മോഡ് ഫോർ പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓർ കോൺട്രാ, അത് നോ കൊടുക്കുക. അതിനുശേഷം യൂസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ഡ്യൂറിങ് എൻട്രി, അത് യെസ് ആയി കൊടുക്കുക. എന്നിട്ട് എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും സെപ്പറേറ്റ് തിരിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്കറിയാം, നമുക്ക് ടാലിയിൽ അക്കൗണ്ട് ചെയ്യാൻ ഒരുപാട് വൗച്ചറുകൾ നമുക്കുണ്ട്. പേയ്മെൻറ്റ് വൗച്ചർ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനെ പേയ്മെൻറ്റ് ചെയ്യാൻ, എക്സ്പെൻസിനെ എഴുതി തള്ളാൻ പേയ്മെൻറ്റ് ചെയ്യാനാണ് നമ്മൾ പേയ്മെൻറ്റ് വൗച്ചർ യൂസ് ചെയ്യുന്നത് അല്ലേ. F5 ആണ് പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ വരുന്നത്. ഈ ഓരോ വൗച്ചറിൻ്റെയും ഷോർട്ട് കീസ് നമുക്കിവിടെ സൈഡ് ബാറിൽ നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ് വരുന്നു F6, റെസിപ്റ്റ് വൗച്ചറാണ് F6 വരുന്നത്. അപ്പോൾ F6 കീബോർഡിൽ അടിച്ചാലും റെസിപ്റ്റ് വൗച്ചറിലേക്ക് പോവാം. ഇപ്പോൾ നമുക്കിവിടെ റെസിപ്റ്റ് വൗച്ചറിലാണ് നമ്മൾ കിടക്കുന്നത്. റെസിപ്റ്റ് വൗച്ചർ കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ബാലൻസ് ഒക്കെ റിസീവ് ആവുന്നതിനൊക്കെ റിസീവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് റെസിപ്റ്റ് വൗച്ചർ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തതായിട്ട് പറയുന്നു കോൺട്രാ വൗച്ചർ F4 ആണ് ഷോർട്ട് കീ വരുന്നത്. കോൺട്രാ വൗച്ചറിൽ നമ്മൾ എൻട്രി ചെയ്യുന്നത്, നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനും ഉപയോഗിക്കുന്ന, ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വൗച്ചറാണ് കോൺട്രാ വൗച്ചർ എന്ന് പറയുന്നത്. കോൺട്രാ വൗച്ചർ ഈ രണ്ട് ട്രാൻസാക്ഷൻ ഇതിൽ ചെയ്യുള്ളൂ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വരുന്ന വൗച്ചറാണ് ജേർണൽ വൗച്ചർ F7 ആണ് ഷോർട്ട് കീ വരുന്നത്. ഈ കോൺട്രാ വൗച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജേർണൽ വൗച്ചർ. ക്യാഷും ബാങ്കും എഫക്റ്റ് ചെയ്യാത്ത എൻട്രീസാണ് നമ്മൾ ജേർണൽ വൗച്ചറിൽ ചെയ്യുന്നത്. ക്യാഷും ബാങ്കും വരാത്ത എൻട്രീസ്, വിത്തൗട്ട് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാലറി പെൻഡിങ് ആയി നമ്മുടെ കമ്പനിയിൽ സാലറി കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് വരുന്ന സമയത്ത് സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി പേയബിൾ, അതൊക്കെ എൻട്രി ചെയ്യുന്ന, അതിൽ ക്യാഷും ബാങ്കും ഒന്നും വരുന്നില്ല അല്ലേ. അത്തരം എൻട്രീസ് ഒക്കെ ചെയ്യാനാണ് നമ്മൾ ജേർണൽ വൗച്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൗച്ചർ നമ്മൾ പറയുന്നു F8 സെയിൽസ് വൗച്ചർ. ഈ സെയിൽസ് വൗച്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കമ്പനിയിലെ സാധനങ്ങൾ, ട്രേഡിംഗ് ഫേം ആണെങ്കിൽ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് വൗച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു F9 പർച്ചേസ് വൗച്ചർ നമ്മുടെ കമ്പനിയിലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ എന്ന് പറയുന്നത്. പിന്നെയും നമുക്ക് ഒരുപാട് ടാലിയിൽ ഒരുപാട് വൗച്ചറുകൾ വരുന്നുണ്ട്. ഇനി ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് നോട്ട് വരുന്നുണ്ട്, ഡെബിറ്റ് നോട്ട് വരുന്നുണ്ട്. സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് നോട്ടിൽ ചെയ്യുക, പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ ഡെബിറ്റ് നോട്ടിൽ ചെയ്യുക. പിന്നെ നമുക്ക്
സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു നമ്മുടെ കമ്പനിയിൽ നിന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്കൊക്കെ നമ്മൾ സ്റ്റോക്കിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സ്റ്റോക്ക് ജേണൽ വൗച്ചർ. നമ്മുടെ കമ്പനി വേറൊരു സ്ഥാപനത്തിന് സാധനങ്ങൾക്ക് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട വൗച്ചറാണ് പർച്ചേസ് ഓർഡർ വൗച്ചർ. ഇനി നമ്മുടെ കമ്പനിയിലേക്ക് വേറൊരു പാർട്ടി നമുക്ക് ഓർഡർ തരികയാണെങ്കിൽ അത് ചെയ്യാൻ ഉപയോഗിക്കുന്ന വൗച്ചറാണ് സെയിൽസ് ഓർഡർ വൗച്ചർ. നമ്മൾ പർച്ചേസ് ഓർഡർ വേറൊരു പാർട്ടിക്ക് കൊടുത്തു, ആ പാർട്ടി അവരെ കയ്യിൽ നിന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത് റെസീപ്റ്റ് നോട്ടിലാണ്. അങ്ങനെ ഡെലിവറി നോട്ട്, റിജക്ഷൻ ഔട്ട്വേർഡ്, ഇൻവേർഡ്, അങ്ങനെ ഒരുപാട് വൗച്ചറുകളുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ക്യാപിറ്റൽ, ഒരു പാർട്ട്ണർ കൊണ്ടുവരികയാണ്. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ റെസിപ്റ്റിൽ ഒരു ഏത് വൗച്ചറാണെങ്കിലും എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ഡേറ്റിലാണ് അത് ചെയ്യുന്നത് ആ ഡേറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 1/5 കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ F2 ആണ്. ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ F2 അടിച്ചതിന് ശേഷം ഒരു വൗച്ചർ ഡേറ്റ് കോളം വന്നു. ഇവിടെ നമ്മൾ 1/5 ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ മാറിയിട്ടുണ്ട്, 1/5 ഡേറ്റ് ആയിട്ടുണ്ട്. നോക്കുക, നമ്മൾ റെസിപ്റ്റിലെ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു പാർട്ട്ണർ ക്യാഷ് ആയിട്ട് കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റലാണ്. ഇവിടെ നോക്കുക, നമ്മുടെ ടാലിയുടെ ചില വൗച്ചറുകളുടെ പ്രത്യേകത ഫസ്റ്റ് CR ബാലൻസേ കാണിക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു പാർട്ട്ണർ കമ്പനിയിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അതിന് എൻട്രി ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് ക്യാഷിനെയും ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനെയാണ്. ഇവിടെ നമ്മൾ അക്കൗണ്ട്സിൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ ക്യാഷിൻ്റെ അണ്ടർ അസറ്റും ക്യാപിറ്റലിൻ്റെ അണ്ടർ ലയബിലിറ്റിയാണ്. ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് കമ്പനിക്ക് അസറ്റും കൂടുന്നുണ്ട്, അസറ്റും ഇൻക്രീസ് ആവുന്നുണ്ട്, ലയബിലിറ്റിയും കൂടുന്നുണ്ട്, ഇൻക്രീസ് ആവുന്നുണ്ട്. അസറ്റ് കൂടാൻ നമ്മൾ റൂൾസ് ഡെബിറ്റ് ചെയ്യുക എന്നതാണ്, ലയബിലിറ്റി കൂടാൻ നമ്മൾ റൂൾസ് ക്രെഡിറ്റ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഈ ക്രെഡിറ്റിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്രെഡിറ്റിലാണ് ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റലിനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ലയബിലിറ്റിയാണ്, ലയബിലിറ്റി കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഹെഡുകളൊന്നുമില്ല നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ പുതുതായിട്ട് ഹെഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കീ Alt+C ആണ്. Alt+C അടിച്ച ഒരു ലെഡ്ജർ ഹെഡ് ക്രിയേഷൻ ഒരു കോളം വന്നു. ഇവിടെ നമ്മൾ പാർട്ട്ണറുടെ പേര് വെച്ചിട്ട് ഒരു ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അശോക് ആണെന്നില്ല, അശോകാണ് പാർട്ട്ണറുടെ പേരെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് അശോക്. നോക്കുക, ക്യാപിറ്റലിൻ്റെ അണ്ടർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. നമുക്ക് അണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അണ്ടർ നമുക്ക് എങ്ങനെ പഠിക്കാം, ഒരുപാട് ടാലിയിൽ നോക്കുകയാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഒരുപാട് അണ്ടറുകളുണ്ട് നമുക്ക് അല്ലേ, ഒരുപാട് അണ്ടറുകളുണ്ട് ടാലിയിൽ. ഇതെങ്ങനെ നമുക്ക് പഠിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് കൊടുത്തു, എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്യുക. നമുക്കിത് ഷോർട്ടായിട്ട് സേവ് ചെയ്യാൻ Ctrl+A അടിച്ചാലും മതി ഷോർട്ടായിട്ട് സേവ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഇപ്പോൾ ഇയാൾ കൊണ്ടുവരുന്ന എമൗണ്ട് ഒരു 1 lakh ആണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഡെബിറ്റ് ആവുന്നത് എന്താ, അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ക്യാഷിന് നോക്കുക, ഈ ക്യാഷിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ടാലിയിൽ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ 2 ഹെഡ് ക്രിയേറ്റ് ആവുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ആ 2 ഹെഡും പിന്നീട് നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ക്യാഷും ആണ്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആണ്. ഇവിടെ ക്യാഷ് വന്നിട്ടുണ്ട്, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാഷിലും ഓട്ടോമാറ്റിക്കലി 1 lakh എമൗണ്ട് വന്നു. ഇവിടെ നമ്മൾ നരേഷൻ കോളത്തിൽ നമ്മുടെ ഓൺവേർഡ്സിൽ അക്കൗണ്ട് ചെയ്യുന്നത് ആരാണോ അയാളുടെ ഓൺവേർഡ്സിൽ നമ്മുടെ
ബില്ലുകളോ ചെക്കുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് വെക്കാനാണ് നമ്മൾ നരേഷൻ കോളം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റെസിപ്റ്റിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ 1 lakh നമ്മൾ റെസിപ്റ്റിൽ കൊണ്ടുവരുന്നു. ഇനി നമ്മളെ കമ്പനി എക്സ്പെൻസുകൾ നമുക്ക് എന്തെങ്കിലും വരും. എക്സ്പെൻസുകൾ വരുന്ന സമയത്ത് നമ്മളത് ചെയ്യേണ്ടത് F5ലാണ്. നോക്കുക, നമുക്ക് സംഭവിച്ചിട്ടുണ്ട് 2/5 ഡേറ്റ്. അപ്പോൾ നമ്മൾ 2/5 F2 അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 2/5 വന്നു അവിടെ. അപ്പോൾ എൻ്റർ അടിച്ച് കൊടുക്കാം. ഇനി പേയ്മെൻറ്റിൽ ഒരു എക്സ്പെൻസ്, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹെഡ് ക്രിയേറ്റ് ചെയ്യുക, Alt C അടിക്കുക, ഹെഡ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റേഷനറി. സ്റ്റേഷനറി പർച്ചേസ്, സ്റ്റേഷനറി പർച്ചേസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്തു. അതിൻ്റെ എമൗണ്ട് ഒരു 15,500 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ എൻ്റർ ചെയ്യുക. ടു ക്യാഷ്, നമ്മൾ ക്യാഷ് ആയിട്ടാണ് വാങ്ങുന്നത്. ക്യാഷ് കൊടുത്തിട്ട് അതിനെ നമ്മൾ എൻ്റർ അടിച്ചിട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തു അല്ലേ. 2 ട്രാൻസാക്ഷൻ, ഒരു ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് 1/5, അതിനെ ഒരു 2/5 ഒരു പർച്ചേസും. ഇനി നമുക്ക് നമ്മുടെ ക്യാഷ് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ കമ്പനി ചോദിക്കുകയാണ്, നമ്മുടെ കമ്പനി എങ്ങനെയാണ് ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്, ഒരു ഷോർട്ട് കോഡാണ് DAC. D ഡിസ്പ്ലേ, A അക്കൗണ്ട്സ് ബുക്ക്, C ക്യാഷ് ഓർ ബാങ്ക്. ഡിസ്പ്ലേ, അക്കൗണ്ട്സ് ബുക്ക്, ക്യാഷ് ഓർ ബാങ്ക്. ഇവിടെ നമ്മുടെ ക്യാഷ് ബാലൻസ് കാണിക്കുന്നത് 84,500. 1 lakh ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതിന്ന് 15,500 നമ്മൾ ഒരു സ്റ്റേഷനറി പർച്ചേസ് ചെയ്തപ്പോൾ ബാക്കി ബാലൻസ് 84,500 ഇവിടെ കാണിക്കുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ വൗച്ചറുകൾ, നമുക്ക് ഒരുപാട് വൗച്ചറുകൾ ടാലിയിൽ വരുന്നുണ്ട്. റെസീറ്റ്, പേയ്മെൻറ്റ്, കോൺട്രാ, ജേണൽ വൗച്ചർ, സ്റ്റോക്ക് ജേണൽ, ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡെലിവറി നോട്ട് ചെയ്യുന്നത്, സെയിൽ ഓർഡർ, പർച്ചേസ് ഓർഡർ, റിജക്ഷൻ ഇൻ ഔട്ട്വേർഡ്, ബാച്ച് നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു സ്റ്റോക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത വീഡിയോ എന്തായാലും കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.